എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഓരോ ഇന്ത്യക്കാരനും അങ്ങേയറ്റം അഭിമാനം നൽകുന്ന 4 വാർത്തകളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതിൽ ആദ്യത്തേത്, ഡിഫൻസ് ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈനയുമായിട്ട് കിടപിടിക്കണമെന്ന് ഇന്ത്യക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് കമ്പനികൾക്ക് ധാരാളമായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിൽ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ബംഗളൂരുവിലുള്ള ഹൈപ്രെക്സ് എന്ന് പറയുന്ന കമ്പനി നേടിയിരിക്കുന്ന ഒരു വലിയ നേട്ടം. വെറും 150 ദിവസം കൊണ്ട് അവർ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് സൂപ്പർ സോണിക് റാംജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചു, പ്രവർത്തിപ്പിച്ചു, പരീക്ഷിച്ചു, വിജയിച്ചു. 2024 ജൂണിലാണ് 2 ചെറുപ്പക്കാർ ചേർന്നിട്ട് ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അവരുടെ പ്രൊജക്ട് കണ്ടപ്പോൾ ഒരുപാട് സീസൺഡ് മിലിറ്ററി എക്സ്പേർട്സ് പറഞ്ഞു ഇത് വെറും കുട്ടിക്കളിയല്ല എന്ന്. പക്ഷെ അവർ തെളിയിച്ചു കഴിഞ്ഞു. 2 മാക്ക് മുതൽ 4 മാക്ക് വരെ സ്പീഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ മിസൈലുകളെയും ഏരിയൽ പ്ലാറ്റ്ഫോമിനെയും പവർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ സോണിക് റാംജെറ്റ് എഞ്ചിനാണ് ഇവരെ വികസിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പേരിട്ടിരിക്കുന്നത് തേസ് എഞ്ചിൻ എന്നാണ്. ഇത് സാധാരണ കൺവെൻഷണൽ സോളിഡ് റോക്കറ്റ് പവേർഡ് മിസൈൽ സിസ്റ്റം പോലെയല്ല, ഇതിൽ ലിക്വിഡ് ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊജക്ടൈലിന്റെ റേഞ്ചും സ്പീഡും 3 മുതൽ 4 ഇരട്ടി വരെ വർദ്ധിപ്പിക്കുന്നതാണ്. ഹൈപ്രെക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ തേസ് എഞ്ചിന് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് സെക്ടറിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്, ഹൈ സ്പീഡ് കേപ്പബിലിറ്റീസ് ഉള്ള ഈ ഒരു എഞ്ചിനെ അടുത്ത തലമുറ മിസൈൽ സിസ്റ്റത്തിൽ കൂടുതൽ വേഗത്തിലും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാർഗറ്റിങ്ങിനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്, നമ്മുടെ UAV ആയാലും ഡ്രോണുകളായാലും അങ്ങനെയുള്ള ഏരിയൽ പ്ലാറ്റ്ഫോമുകളുടെ സ്പീഡും റേഞ്ചും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ എഞ്ചിൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ രണ്ടാമത്തെ ഡെവലപ്മെന്റ് ആണ് ഹൈപ്രെക്സ് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കീര M1 എന്ന് പറയുന്ന ഒരു 155 മില്ലിമീറ്റർ റാംജെറ്റ് പ്രൊപ്പൽഡ് എക്സ്റ്റൻഡഡ് റേഞ്ച് ആർട്ടിലറി ഷെല്ല്. ഇങ്ങനെ ഒരു ടെക്നോളജി വികസിപ്പിക്കുന്ന 3ാമത്തെ രാജ്യമായിട്ട് മാറുകയാണ് ഇന്ത്യ ഇപ്പോൾ. ഇതേ പ്രൊപ്പൽഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗൈഡഡ് ആയിട്ടുള്ള 155 മില്ലിമീറ്റർ ആർട്ടിലറി ഷെല്ലുകളാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് 3 ലക്ഷം ആർട്ടിലറി ഷെല്ലുകളാണ് ഒരു വർഷം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു യുദ്ധ സാഹചര്യത്തിൽ നമുക്ക് 18 ലക്ഷം ആർട്ടിലറി ഷെല്ലുകൾ ആവശ്യമായിട്ട് വരും. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹൈപ്രെക്സിന്റെ ഈ ഒരു മുന്നേറ്റം. ഇപ്പോൾ ഇങ്ങനെ ഒരു ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ 3 കമ്പനികളാണ്. അതിൽ അമേരിക്കയുടെ തന്നെ ബോയിങ്ങും റൈത്തൺ കമ്പനികളും പിന്നെ നോർവീജിയയുടെ നമ്മോ എന്ന് പറയുന്ന ഒരു കമ്പനിയും. ഹൈപ്രെക്സ് ഈ ലിസ്റ്റിൽ 4ാമത്തെ കമ്പനിയായിട്ട് മാറുകയാണ്. 3ാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് സുഹൃത്തുക്കളെ, ഇന്ത്യ സ്വന്തമായിട്ട് ഒരു നേവൽ ആന്റിഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് NASM-SR അടുത്തിടെ വിജയകരമായിട്ട് പരീക്ഷിക്കുകയുണ്ടായി. ഇതൊരു മാസ് പ്രൊഡക്ഷനിലേക്ക് പോകാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാൻ ഇൻ ലൂപ്പ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ മിസൈലിനെ തൊടുക്കുന്ന ഷിപ്പിൽ നിന്നും അതിന്റെ റഡാറിൽ കാണുന്ന സിഗ്നലുകളെ ഈ മിസൈലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ തന്നെ മിസൈലിന്റെ സെൻസറി കാണുന്ന സിഗ്നൽസിനെ ഇതിന്റെ ഗ്രൗണ്ട് റഡാറിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവസാന നിമിഷത്തിൽ പോലും ഒരു ഹ്യൂമൻ ഇന്റർഫിയറൻസ് വഴി ഇതിന്റെ ടാർഗറ്റ് മാറ്റി പുതിയ കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഇതിനെ എളുപ്പം വഴി തിരിച്ചു വിടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഹൈ ബാൻഡ്വിഡ്ത്ത് 2-വേ ഡാറ്റ ലിങ്ക് ആണ്. ഈ മിസൈൽ സീ സ്കിമ്മിംഗ് മോഡിലാണ് പോകുന്നത്. അതായത് സമുദ്ര ഉപരിതലത്തിനോട് ചേർന്നാണ് ഈ മിസൈൽ പറന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് വർദ്ധിക്കുന്നതും ശത്രുക്കളുടെ റഡാറിന് അദൃശ്യനായിട്ട് ഇത് പോയിട്ട് ടാർഗറ്റിനെ നശിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഗൈഡൻസ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. ടെർമിനൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് സീക്കർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡ് കോഴ്സ് കറക്ഷൻസിന് വേണ്ടിയിട്ട് ഫൈബർ ഓപ്റ്റിക് ജൈറോസ്കോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ മിസൈലിന്റെ റേഞ്ച് 50 കിലോമീറ്റർ ആണ്. പക്ഷെ വളരെ പിൻ പോയിന്റ് ആക്യുറസിയോടുകൂടി ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും എന്നുള്ളതും പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എക്സൈറ്റിംഗ് വാർത്തകളിൽ 4ാമത്തേതാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും അവരുടെ ഏറ്റവും വിജയകരമായിട്ടുള്ള സബ്മറീൻ ലോഞ്ച്ഡ് കാലിബർ മിസൈൽ സിസ്റ്റം വാങ്ങുന്നു എന്നുള്ളത്. ഇതിന്റെ കരാറായി കഴിഞ്ഞു. എത്ര മിസൈൽ വാങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇന്ത്യൻ നേവിയുടെ സബ്മറീൻ ഫ്ലീറ്റിന് വേണ്ടിയിട്ടാണ് കാലിബർ മിസൈൽ സിസ്റ്റംസ് നമ്മൾ വാങ്ങിക്കുന്നത്. 500 കിലോഗ്രാം പേലോഡ് വഹിക്കാൻ കപ്പാസിറ്റിയുള്ള മിസൈലിന്റെ റേഞ്ച് എത്രയായിരിക്കും എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഏതായാലും ഈ വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു ഫയർ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ ലോഞ്ചർ യൂണിറ്റ് ഉണ്ടാവും, വേണ്ടത്ര അമ്യൂണിഷൻസും ഉണ്ടാവും. ഇത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ പോലും വളരെ എക്സലന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മിസൈലാണ്. ശത്രുവിന്റെ ഭാഗത്തു നിന്നും വളരെ ഹെവി ആയിട്ടുള്ള ഫയറിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പോലും ഉന്നം തെറ്റാതെ ലക്ഷ്യം പിഴയ്ക്കാതെ ലക്ഷ്യത്തിനെ തകർക്കാനുള്ള ഇതിന്റെ കഴിവ് പല തവണ തെളിയിച്ചിട്ടുള്ളതുമാണ്. ഈ മിസൈലിന് അതിന്റെ ടെർമിനൽ ഫേസിൽ സൂപ്പർസോണിക് സ്പീഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിമി ഡിഫൻസിന് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം അസാധ്യമാണെന്ന് വേണം പറയാനായിട്ട്.
ഇത് സമുദ്ര ഉപരിതലത്തിൽ നിന്നും 10 മുതൽ 15 മീറ്റർ മാത്രം ഉയരത്തിൽ പറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിമി ഡിഫൻസിന് ഇതിനെ നേരത്തെ കണ്ടെത്താനും ഇതിനെ പ്രതിരോധിക്കാനുമുള്ള സമയം കിട്ടുന്നില്ല. കൂടാതെ ഇതിനൊരു മോഡുലാർ ഡിസൈനാണ് ഉള്ളത്. അങ്ങനെ വളരെയധികം ത്രസിപ്പിക്കുന്ന വാർത്തകളാണ് അനുദിനം നമ്മുടെ ഡിഫൻസ് ടെക്നോളജി മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതനുസരിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.